അധ്യായം 5. ശാപത്തിൻ്റെ അവസാനം. മുറിയുടെ കോണുകളിൽ പ്രത്യക്ഷപ്പെട്ട ആ നിഴലുകൾ പതുക്കെ നീങ്ങാൻ തുടങ്ങി. നിഖിൽ ഭയത്തോടെ ചുറ്റും നോക്കി. ഹൃദയം ശക്തമായി മിടിച്ചു. മീരയുടെ കണ്ണുകൾ അപ്പോൾ കൂടുതൽ തിളങ്ങുകയായിരുന്നു. നിങ്ങൾ കണ്ട ആ നിഴലുകൾ, അവൾ പതുക്കെ പറഞ്ഞു, എന്നെ ഇവിടെ പൂട്ടിയിട്ടവരുടെ ആത്മാക്കളാണ്. നിഖിൽ അമ്പരന്നു. അവരുടെ ആത്മാക്കളോ? മീര തലകുനിച്ചു. അവർ എന്നെ അന്യായമായി കുറ്റപ്പെടുത്തി. ഭയവും കോപവും കൊണ്ട് അവരെന്നെ ഈ വീട്ടിൽ പൂട്ടി. ഞാൻ അവരോട് ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷേ അവരുടെ പാപം ഈ സ്ഥലത്തെ ശപിച്ചു. മുറിയിലെ കാറ്റ് കൂടുതൽ തണുത്തു. ആ നിഴലുകൾ ഇപ്പോൾ കൂടുതൽ വ്യക്തമായി കാണാൻ തുടങ്ങി. മനുഷ്യരുടെ രൂപം പോലെ. നിഖിൽ ഭയത്തോടെ ചോദിച്ചു, അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മീര പതുക്കെ അവൻ്റെ അടുത്തേക്ക് നടന്നു. സത്യം ലോകത്തോട് പറയണം, അവൾ പറഞ്ഞു. എൻ്റെ കഥ ആരും കേട്ടിട്ടില്ല. ആളുകൾ എന്നെ ഒരു ശാപം എന്ന് മാത്രം വിശ്വസിച്ചു. നിഖിൽ തൻ്റെ ക്യാമറ പിടിച്ചു. ഞാൻ എല്ലാം രേഖപ്പെടുത്താം, നിന്റെ കഥ ലോകമറിയും. മീരയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു. അപ്പോൾ അപ്രതീക്ഷിതമായി മുറിയിലെ നിഴലുകൾ ശക്തമായി ചലിച്ചു. കാറ്റ് കൊടുങ്കാറ്റ് പോലെ വീശി. ഒരു ഭയങ്കര ശബ്ദം കേട്ടു. സത്യം പുറത്തു പോകരുത്. ആ നിഴലുകൾ നിഖിലിനോടടുത്തു വരാൻ തുടങ്ങി. നിഖിൽ ക്യാമറ ഉയർത്തി ഒരു ഫോട്ടോ എടുത്തു. ക്യാമറയുടെ വെളിച്ചം മുഴുവൻ മുറിയിലും പരന്നു. അതുപോലെ ആ നിഴലുകൾ പതുക്കെ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. മീര നിഖിലിനെ നോക്കി. നന്ദി, അവൾ മന്ദമായി പറഞ്ഞു. അവളുടെ ശരീരം പതുക്കെ വെളിച്ചമായി മാറി. അവളുടെ നീല കണ്ണുകൾ അവസാനമായി തിളങ്ങി. പിന്നീട് അവൾ അപ്രത്യക്ഷയായി. മുറി വീണ്ടും നിശബ്ദമായി. കാറ്റും നിർത്തി. നിഖിൽ പതുക്കെ താഴേക്കിറങ്ങി വീടിന് പുറത്തേക്ക് നടന്നു. അടുത്ത ദിവസം ഗ്രാമത്തിൽ ഒരു വാർത്ത പടർന്നു. നിഖിലെടുത്ത ചിത്രങ്ങളും മീരയുടെ കഥയും ആളുകൾക്ക് മുന്നിലെത്തി. ഗ്രാമക്കാർ അവരുടെ പഴയ തെറ്റ് മനസ്സിലാക്കി. ആ വീട്ടിന് സമീപം അവർ ചെറിയൊരു സ്മാരകം നിർമ്മിച്ചു, മീരയുടെ ഓർമ്മയ്ക്കായി. ആ ദിവസത്തിനു ശേഷം ആ വീട്ടിൽ നീല കണ്ണുകൾ ആരും കണ്ടില്ല. കാരണം മീരയുടെ ആത്മാവ് ഒടുവിൽ ശാന്തി കണ്ടെത്തിയിരിക്കുന്നു.